ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു അടിപൊളി ഒരു പവർ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ അത് ഓൺലൈൻ വഴി നമ്മൾ വരുത്തിച്ചതാണ് സാധനം. അപ്പോൾ ഇതേപോലെയാണ് അതിന്റെ പാക്കിങ് നമ്മളെ മുന്നിൽ വെച്ചിട്ട് അവർ പൊട്ടിച്ച് ബോർഡിന് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നോക്കിയിട്ടാണ് നമുക്ക് ബോർഡ് തന്നിട്ടുള്ളത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. സർവീസിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതേപോലെ ഒരു ബോക്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബോർഡ് നമ്മളെ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ ഇതാണ് അതിന്റെ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ ട്രാൻസിസ്റ്ററിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. കമ്പോണൻസ് അതുപോലെ ആ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2SE 5198, 2SA 1941, പിന്നെ നമ്മൾ തോഷിബട 5200, അതിലെ 1943, അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാറ്റലോഗ് ഇതാണ് ഈ കാണുന്നത്. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ് സർക്യൂട്ട് അല്ല വന്നിട്ടുള്ളത്. ഫ്രണ്ട് സൈഡ് നമ്മളെ ബോർഡിന്റെ കമ്പോണൻസുകൾ ഇരിക്കുന്ന ഭാഗമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, കംപ്ലീറ്റ് സാധനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇത് അതിൽ എഴുതിയിട്ടുണ്ട്. വാല്യൂകൾ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ റെസിസ്റ്ററുകളാണ്, ഏതൊക്കെ ട്രാൻസിസ്റ്ററാണ്, എല്ലാ സാധനത്തിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കരിഞ്ഞു പോവുക, കത്തിപ്പോവുക എന്തെങ്കിലും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ ഇത് കളയാണ്ടിരിക്കുക, നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതിൽ റിലേ ഇതാണ് ഈ കാണുന്നതാണ് റിലേ. ഇനി നമുക്ക് ബോർഡ് നമുക്ക് നോക്കി കേൾക്കാം. ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കി കേൾക്കാം. അപ്പോൾ അതേപോലെ ഈ 12 വോൾട്ട് സപ്ലൈ നമ്മളെ പ്രൊട്ടക്ഷനുകളാണ് കൊടുക്കാനുള്ളതാണ്, സ്പീക്കർ പ്രൊട്ടക്ഷന്. അപ്പോൾ ഇനി ബോർഡ് നോക്കി കേൾക്കാം നമുക്ക്. ബോർഡ് ഇതേപോലെ കവറിൽ പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇതേപോലത്തെ കണക്ടർ ഉണ്ട്. ഇതേപോലത്തെ കണക്ടർ നമുക്ക് 5 കണക്ടർ ഇട്ടിട്ടുണ്ട്. 5 കണക്ടർ എന്ന് പറയുന്നത് 2 നമ്മളെ സ്പീക്കർ ലൈനുള്ളതും, അതേപോലെ ബാക്കി പവർ സപ്ലൈ കൊടുക്കാനുള്ളതാണ്, DC വോൾട്ടേജ് കൊടുക്കാനുള്ള പവർ സപ്ലൈ കൊടുക്കാനുള്ളതാണ് 3. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ്. നല്ല രീതിയിൽ തന്നെ അടിപൊളി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോഫി ബ്രൗൺ മോഡല് കളറാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള നല്ല വൃത്തിയുള്ളൊരു പ്രിന്റ് തന്നെയാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളിതൊരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ ബോർഡ്. അല്ലാതെ പ്രമോഷൻ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ആംപിയറിൻ്റെ റിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഇൻവെർട്ടറിലൊക്കെ വരുന്ന ടൈപ്പ് നല്ല കുഴപ്പമില്ലാത്തൊരു റിലേ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ പവർ ലൈറ്റ്, പിന്നെ അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ലൈറ്റ്, അങ്ങനെ 2 ലൈറ്റാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്പീക്കറിൻ്റെ ഗ്രൗണ്ട്, അതേപോലെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഇതാണ്, ഗ്രൗണ്ടും പോസിറ്റീവും. പിന്നെ അതുപോലെ സപ്ലൈ വരുന്നത് ഇതാണ്, പോസിറ്റീവ് 0, നെഗറ്റീവ്, പോസിറ്റീവ് ഗ്രൗണ്ട്, നെഗറ്റീവ്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഒക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും സെറ്റപ്പാണ് ഈ ബോർഡിന് ഇതിലുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷനുള്ള കണക്ഷൻ ഈ കാണുന്ന പിന്നാണ് പ്രൊട്ടക്ഷനുള്ള കണക്ഷൻ. പിന്നെ അതുപോലെ ഇൻപുട്ട് കാണുന്നത് ഇതാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിനുള്ളൊരു ഇൻപുട്ട് തന്നെ ഇതിലേക്ക് കൊടുത്താലാണ് നല്ല രീതിയിലുള്ള നമ്മൾ വിചാരിച്ച പെർഫോമൻസ് ഈ ബോർഡിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നല്ലൊരു ഹീറ്റ്സിങ്, അതേപോലെ ഫാന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിന് കൊടുക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആംപ്ലിഫയറിൻ്റെ ഒരു പെർഫോമൻസ്. ഹീറ്റ്സിങ് പെർഫോമൻസിനല്ല, ബോർഡിന് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഹീറ്റ്സിങ്ങും അതേപോലെ ഫാനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പെർഫോമൻസും ഹീറ്റ്സിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് നല്ല ഹീറ്റിങ് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് കുറച്ച് കാലം നമുക്ക് ലൈഫ് കിട്ടും, അടിച്ചു പോകാണ്ട് നിൽക്കും. നല്ലൊരു ഫാനും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ട്രാൻസിസ്റ്ററുകൾ 16 വന്നിട്ടുണ്ട്. മൊത്തം 16 18 ഉണ്ട്. 1 2 3 4 5 6 7 8 ഒരു സൈഡിൽ. അത് 1943 ഈ സൈഡിൽ വന്നിട്ടുള്ളത്. അതേപോലെ 5200 ഈ സൈഡിൽ. പിന്നെ അതേപോലെ 5198, അതുപോലെ 1941, അങ്ങനെയാണ് ഇതിന്റെ ട്രാൻസിസ്റ്ററുകൾ മൊത്തം വന്നിട്ടുള്ളത്. പിന്നെ ഒരു ടിപ്പ് ഉണ്ട് ഇതിൽ, ഈ കാണുന്നതാണ് ടിപ്പ് 42C എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മളെ 22 29 2 ഇതിൽ, 18 15 ഉണ്ട് ഒരെണ്ണം ഇൻപുട്ട് സെക്ഷനിൽ. പിന്നെ അതുപോലെ 10 15 2. പിന്നെ അതേപോലെ 2N 54 0 1, അതുപോലെ 55 51, അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററുകളാണ്. ഈ കാണുന്നതൊക്കെ 51 55 ഈ 55 51 ഈ കാണുന്നത് മൊത്തം.
അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ 5401 ഉള്ളത്. പിന്നെ അതുപോലെ ഫ്യൂസബിള് കാര്യങ്ങൾ, റെസിസ്റ്ററുകൾ കാര്യങ്ങൾ അത്രയാണ് ഇതിൽ കാണാനുള്ളൂ. പിന്നെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും നമ്മളതിൽ ഇല്ലാത്ത കാരണം നമ്മൾ ചെക്കിംഗ് വീഡിയോ കാണിക്കുന്നില്ല. എന്താ കാരണം ട്രാൻസ്ഫോമർ 8080 ട്രാൻസ്ഫോമർ ഒരു 10 ആംപിയർ അല്ലെങ്കിൽ ഒരു 15 ആംപിയർ ട്രാൻസ്ഫോമർ വേണം. അപ്പോൾ അത് വൈൻഡ് വെച്ച് നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഈ ബോർഡ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു JBL അല്ലെങ്കിൽ ഡൈനിറ്റി ഒക്കെ ഉള്ളത്, അപ്പം അതിൽ കൊടുത്തിട്ട് നമുക്ക് മെല്ലെ കൊടുത്ത് നോക്കാം എന്നല്ലാണ്ട് ഫുൾ ചെക്കിങ് വോളിയം വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കത്തി പോവും. അപ്പം അത്രയ്ക്കധികം പവർ എന്തായാലും ഇത്രയും ട്രാൻസിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത്രയ്ക്കധികം പവർ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ബോർഡ് കൂടി ഉണ്ട് വെച്ചാൽ സ്റ്റീരിയോ 800 വാട്ട്സ് നല്ലൊരു ചെറുവക സ്റ്റേജ് പരിപാടികൾക്കൊക്കെ ഇതേപോലത്തെ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ട്രൂ RMS 800 വാട്ട് കിട്ടാവുന്ന ഒരു സബ് നമ്മളെ കയ്യിലുണ്ട് വെച്ചാൽ സബിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതൊരു 12 ഇഞ്ച് സബിന് നിൽക്കില്ല, ഒരു 18 അല്ലെങ്കിൽ 36 ആ റേഞ്ചിലൊക്കെ വരുന്ന സാധനങ്ങൾ വെക്കേണ്ടി വരും ചിലപ്പോൾ ഇതിനെ. അപ്പോൾ നമ്മളിതിൻ്റെ പവർ ഇതുവരെ നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, പവർ ഔട്ട്പുട്ട് പവർ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പവറും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മീതി ഉള്ളത്. പിന്നെ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെന്ന് ബാക്ക് സൈഡ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഭാഗങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഹോളുകളൊക്കെ കറക്റ്റായിട്ട് തുറന്നതിന് ശേഷം ഇതിൽ ട്രാൻസിസ്റ്റർ വെച്ച് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 16 ട്രാൻസിസ്റ്ററും ഈ 2 എണ്ണം 18 എണ്ണം മൊത്തം ട്രാൻസിസ്റ്റർ സെറ്റ് ചെയ്തിട്ട് വേണം സപ്ലൈ കൊടുത്തിട്ട് നമുക്കിത് ഈ ബോർഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ചെക്കിങ് വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ട്രാൻസിസ്റ്ററും കാര്യങ്ങളും ട്രാൻസ്ഫോമർ കിട്ടുന്ന ഒരു ടൈം മാത്രമാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മളതിൽ ഓൾറെഡി ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ സെറ്റിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്, സബിൻ്റെ സെക്ഷനിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കാം പരമാവധി. വേറെ എന്തെങ്കിലും സബിനെ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു മോണോ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വില 1000 രൂപയുടെ ഉള്ളിലാണ് ഈ ബോർഡ് മാത്രം വില വരുന്നുള്ളൂ നമുക്ക്. പിന്നെ ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ട്രാൻസിസ്റ്റർ, ഈച്ചിങ്, പിന്നെ അതേപോലെ ഫാന് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ നല്ല ട്രാൻസിസ്റ്ററിന് എന്തോരം വില വരുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കറക്റ്റ് നല്ല ട്രാൻസിസ്റ്റർ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കണം. നോക്കിയിട്ട് വേണം നല്ല ട്രാൻസിസ്റ്റർ മേടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഇലക്ട്രോണിക്സ് വീഡിയോകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ബോർഡിൻ്റെ റിവ്യൂ മാത്രമല്ല, നമ്മൾ ബോർഡ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ബോർഡ് എടുക്കുന്നത് തന്നെ നമ്മൾ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫുൾ അസംബ്ലിങ് വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആംപ്ലിഫയറുകളോ കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യണോ, എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ അതേപോലത്തെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.